എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ ഇന്ന് സെപ്റ്റംബർ 1 തീയതിയാണ്. കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസം ബിറ്റ്കോയിനെ സംബന്ധിച്ചിടത്തോളം വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സംഭവബഹുലമായിട്ടുള്ള ഒരു മാസമായിരുന്നു അല്ലേ? ബിറ്റ്കോയിൻ്റെ പ്രൈസ് $1,15,749 ഓപ്പൺ ചെയ്തിട്ട് $1,08,269 ബിറ്റ്കോയിൻ്റെ ഓഗസ്റ്റ് മാസത്തെ മന്ത്ലി ക്യാൻഡിൽ അവസാനിച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഓൾ ടൈം ഹൈ ആയിട്ടുള്ള $1,24,517 വരെ പോവുകയുണ്ടായി. അതിനുശേഷം ഒരു നെഗറ്റീവ് ട്രെൻഡാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 1,07,000 വരെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് വരികയും ഇപ്പം നിലവിൽ $1,08,350 ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കഴിഞ്ഞ മാസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ -6.49% ആണ് ബിറ്റ്കോയിൻ്റെ മന്ത്ലി റിട്ടേൺ. അതായത് ജനറലി പൊതുവെ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റും സെപ്റ്റംബറും നെഗറ്റീവ് ആവും എന്ന് തന്നെയായിരുന്നു. അതേപോലെ തന്നെ ഓഗസ്റ്റ് നെഗറ്റീവ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ മാസത്തെ ജൂലൈ മാസത്തിൻ്റെ എൻഡോട് കൂടിയിട്ടുള്ള വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഗസ്റ്റ് മാസം ബുള്ളിഷ് തന്നെ ആയിരിക്കും. അതായത് ഓഗസ്റ്റ് മാസം കൂടി ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയിട്ടായിരിക്കും സെപ്റ്റംബർ മാസം താഴോട്ട് വരിക എന്നുള്ളതാണ് ഞാൻ പൊതുവെ എക്സ്പെക്ട് ചെയ്തത്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് 2013, അതായത് പോസ്റ്റ് ഹാൽവിംഗ് ഇയേഴ്സ് 2013, 2017, 2021 വളരെ ബുള്ളിഷ് ആയിട്ടുള്ള മാസങ്ങളായിരുന്നു. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് മാസം കൂടി ബുള്ളിഷ് ആയതിനു ശേഷം സെപ്റ്റംബറിൽ ഡൗൺ ആവും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ ബുള്ളിഷ് ആയിട്ട് മുകളിലോട്ട് പോയി പുതിയൊരു ഓൾ ടൈം ഹൈ വരെ ടച്ച് ചെയ്തു എന്നുണ്ടെങ്കിലും അതിനുശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു നെഗറ്റീവ് ട്രെൻഡിലോട്ട് പോവുകയാണ് ചെയ്തത്. അതിനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് കുറേ ന്യൂസ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട്, ഇപ്പോൾ ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ആ ഒരു ട്രെൻഡ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തിരികുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഓഗസ്റ്റ് മാസം കൂടി മുകളിലോട്ട് പോയിട്ടായിരിക്കും സെപ്റ്റംബർ മാസത്തിൽ താഴോട്ട് വന്നിട്ടുണ്ടാവുക. പക്ഷേ എന്തായാലും ഓഗസ്റ്റ് മാസം -6.49% ആണ് ബിറ്റ്കോയിൻ്റെ മന്ത്ലി റിട്ടേൺ. 2025 സെക്കൻഡ് വേഴ്സ്റ്റ് മന്താണ് ഓഗസ്റ്റ് മാസം. ഫെബ്രുവരി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് വന്നിട്ടുള്ളത് ഓഗസ്റ്റ് മാസമാണ്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് വീക്കോട് കൂടിയിട്ട് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസ് കാര്യങ്ങളാണ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. അത് ഒരു പർട്ടിക്കുലർ ടൈമിൽ മാർക്കറ്റ് ഇൻറ്റൻഷനലി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വരെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ന്യൂസുകളാണ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ബിഗിനിങ് മുതൽക്ക് നമ്മൾ ന്യൂസ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവും. സോ ആദ്യത്തെ ഒരാഴ്ച വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് കാര്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ബിറ്റ്കോയിൻ വാങ്ങുന്നു എന്നുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബിറ്റ്കോയിൻ്റെ പ്രൈസ് $1,16,000 മുതൽക്ക് $1,19,000 വരെ പോവുകയുണ്ടായി. അതിനുശേഷം ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നു. മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് തന്നെ അതിനെ കാണുകയുണ്ടായി. റേറ്റ് കട്ട് കാര്യങ്ങളൊക്കെ എന്തായാലും സെപ്റ്റംബറിൽ ഉണ്ടാവും എന്നുള്ളൊരു ഒപ്റ്റിമിസം അപ്പോൾ ഉണ്ടായിരുന്നു. CME വാച്ചിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കട്ടിൻ്റെ പ്രോബബിലിറ്റി കാര്യങ്ങളൊക്കെ ഒരു സമയത്ത് 90% വരെ പോവുകയുണ്ടായി. ബിറ്റ്കോയിൻ്റെ പ്രൈസ് $1,20,000 വരെ പോവുകയുണ്ടായി. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 13 തീയതി 14 തീയതിയൊക്കെ ആ ഒരു ന്യൂസിൻ്റെ പിൻബലത്തിൽ ബിറ്റ്കോയിൻ ഓൾ ടൈം ഹൈയിലോട്ട് വരെ എത്തുന്നുണ്ട്. 1,24,517 വരെ പോവുകയുണ്ടായി. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും PPI ഇൻഫ്ലേഷൻ വരികയുണ്ടായി. ബിറ്റ്കോയിൻ്റെ പ്രൈസും നെഗറ്റീവായിട്ട് താഴോട്ട് വരികയുണ്ടായി. അതായത് റേറ്റ് കട്ട് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളൊരു റൂമേഴ്സ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം ഫെഡറൽ റിസർവിലുള്ള ഒരു ഒഫീഷ്യൽ പേഴ്സൺ പറയുകയുണ്ടായി, റേറ്റ് കട്ട് എന്തായാലും ഉണ്ടാവില്ല. അതായത് സെപ്റ്റംബറിൽ റേറ്റ് കട്ട് ഉണ്ടാവില്ല, സെപ്റ്റംബറിൽ അർജൻറ്റായിട്ട് റേറ്റ് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല എന്നുള്ള കമൻറ്റ് കാര്യങ്ങളൊക്കെ ന്യൂസിൽ വരികയുണ്ടായി. അതിനുശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് നെഗറ്റീവായിട്ട് മൊത്തത്തിൽ തന്നെ മാർക്കറ്റ് നെഗറ്റീവായിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റിലോട്ട് പോവുകയുണ്ടായി ഓഗസ്റ്റ് 21 ഒക്കെ. പക്ഷേ അതിനുശേഷം വീണ്ടും പിറ്റേ ദിവസം തന്നെ ജെറോം പൗൽ ജാക്സൺ ഹോളിലുള്ള സ്പീച്ചിൽ പറയുകയുണ്ടായി, ബിറ്റ്കോയിൻ്റെ റേറ്റ് കട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പറയാൻ തുടങ്ങി. അതായത് എന്താണോ പറഞ്ഞത് നേരെ കാര്യങ്ങൾ മാറ്റി പറയുകയുണ്ടായി. ബിറ്റ്കോയിൻ്റെ പ്രൈസും ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ഒക്കെ വളരെ വലിയ രീതിയിൽ ഷാർപ്പായിട്ട് തന്നെ റിക്കവറായി. ബിറ്റ്കോയിൻ്റെ പ്രൈസ് 22 തീയതിയോ 23 തീയതിയോ ഏകദേശം $5,000 മുകളിലോട്ട് പോയത്. ഇതേറിയത്തിൻ്റെ പ്രൈസൊക്കെ $500 മുകളിലാണ് ഒറ്റയടിക്ക് മുകളിലോട്ട് പോയത്, വളരെ ബുള്ളിഷായിട്ട്. ഓക്കെ, പക്ഷേ അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23 തീയതി 25 ആ സമയത്തെല്ലാം ഒരു എന്താ പറയുക, ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്ന വലിയൊരു വാലറ്റിൽ നിന്നും വലിയൊരു ഔട്ട്ഫ്ലോ ഉണ്ടാവുകയും എക്സ്ചേഞ്ചിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു ഫ്ലാഷായിട്ട് ബിറ്റ്കോയിൻ പ്രൈസ് ഇൻറ്റൻഷനലി ക്രാഷ് ചെയ്തു എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. അതായത് 24,000 ബിറ്റ്കോയിന് മാർക്കറ്റിൽ സെല്ല് ചെയ്തിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് വരുത്തി ഒരുപാട് ഫ്യൂച്ചേഴ്സ് പൊസിഷൻസ് കാര്യങ്ങളൊക്കെ ലിക്വിഡേറ്റ് ചെയ്തു എന്നും പറയുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ മാർക്കറ്റ് വീണ്ടും ഒരു നെഗറ്റീവ് ഔട്ട്ലുക്കിലോട്ട് പോവുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ ഈ ഒരു ബുൾ മാർക്കറ്റ് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് അടുക്കും തോറും കൂടുതൽ റീറ്റെയിൽ ആക്ടിവിറ്റി ബിറ്റ്കോയിനിൽ നിന്നും ഷിഫ്റ്റ് ആയിട്ട്
ആൾട്ട് കോയിൻസിലോട്ടൊക്കെ ഷിഫ്റ്റ് ആവുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഒരു മാസം, അതായത് ഓഗസ്റ്റ് മാസം മാത്രമല്ല, ജൂലൈ മാസത്തിൻ്റെ ബിഗിനിങ് മുതൽക്ക് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തീറിയം ETF വരുന്ന ഇൻഫ്ലോ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ETF വരുന്ന ഇൻഫ്ലോൻ്റെ അത്രയും ഇൻഫ്ലോ ജൂലൈ മാസം വന്നിട്ടുണ്ട്. ഇനി അത് ഓഗസ്റ്റ് മാസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ETF വന്നിട്ടുള്ള ഇൻഫ്ലോനേക്കാളും കൂടുതൽ ഇൻഫ്ലോ ആണ് ഇത്തീറിയം ETF വന്നിട്ടുള്ളത്. ഇൻഫാക്റ്റ് ഓഗസ്റ്റ് മാസം ബിറ്റ്കോയിൻ ETF വന്നിട്ടുള്ള ഇൻഫ്ലോ എന്ന് പറയുന്നത് ആക്ച്വലി ഇൻഫ്ലോ അല്ല, ഔട്ട്ഫ്ലോ ആണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിനർത്ഥം വരുന്ന 1-2 മാസം ബിറ്റ്കോയിനേക്കാളും കൂടുതൽ, അതായത് ആൾട്ട് കോയിൻസ് ബിറ്റ്കോയിൻ ഔട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് മുന്നിലുള്ളതും. അതേപോലെ തന്നെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ബുൾ മാർക്കറ്റുകൾ പോലെ തന്നെ ഈ ഒരു ബുൾ മാർക്കറ്റും ഈ ഒരു Q4 ഈ ഒരു സൈക്കിൾ ടോപ്പിലോട്ട് എത്തി താഴോട്ട് വരാനുള്ളൊരു സാധ്യതയാണ് നമുക്ക് മുന്നിലുള്ളത്. അതായത് ഇതുവരെ പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബുൾ മാർക്കറ്റ് എക്സ്റ്റെൻഡഡ് ആയിട്ട് അടുത്ത വർഷം കൂടി കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതൊക്കെ. പക്ഷേ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നതും ഈ ഒരു ബുൾ മാർക്കറ്റും കഴിഞ്ഞ ബുൾ മാർക്കറ്റുകളെ പോലെ തന്നെ ഈ ഒരു മാക്സിമം ഒരു ഒക്ടോബർ നവംബറോട് കൂടിയിട്ട് തന്നെ ഒരു സൈക്കിൾ ടോപ്പിലോട്ട് എത്തുകയും പിന്നെ താഴോട്ട് വരും എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ മാസം വരെ ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു മാസം സെപ്റ്റംബർ മാസം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത്? ഈ ഒരു മാസം എൻ്റെ പേഴ്സണലി മാർക്കറ്റ് ഔട്ട്ലുക്ക് എന്താണ്? ബുള്ളിഷ് ആണോ, ബെയറിഷ് ആണോ? അതേപോലെ തന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു ബുൾ മാർക്കറ്റ് ഈ ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് എത്തി നിൽക്കുകയാണ്. ഇനി നമുക്ക് മുന്നിലുള്ളത് ആകെ ഒരു 50 ഡേയ്സ് മാത്രമാണ് ഉള്ളത്. അതായത് നമ്മൾ കഴിഞ്ഞ എക്സിറ്റ് സ്ട്രാറ്റജി വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, കഴിഞ്ഞ 2 ബുൾ മാർക്കറ്റ് പോലെയും ഈ ബുൾ മാർക്കറ്റ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ഒക്ടോബർ 20 കൂടിയിട്ട് അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു സൈക്കിൾ ടോപ്പ് പ്രൈസിലോട്ട് എത്തുകയും അതിനുശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് വരും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇപ്പോൾ സെപ്റ്റംബർ 1 മുതൽക്ക് ഈ ഒരു ഡേറ്റിലോട്ട് വെറും 50 ദിവസം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ ഈ ഒരു 50 ദിവസം, ഈ ഒരു ഇത്രയും ഒരു ഷോർട്ട് പീരീഡിൽ തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നമ്മളെപ്പോഴും പറയുന്ന ഈ ഒരു $1.5 ലക്ഷം എന്നുള്ളൊരു ടാർഗറ്റിലോട്ടൊക്കെ എത്താനുള്ള സാധ്യത ഇപ്പോഴും നമുക്ക് മുന്നിലുണ്ടോ? അതേപോലെ തന്നെ മറ്റുള്ള ടോപ്പ് 10 ആൾട്ട് കോയിൻസ് മെജോറിറ്റി, അതായത് ബ്ലൂ ചിപ്പ് ആൾട്ട് കോയിൻസ്, മൈക്രോ സ്ട്രാറ്റജി അത്തരത്തിലുള്ള ടോക്കണുകൾ കാര്യങ്ങൾ എല്ലാം സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം ഇനി ഈ ഒരു ഷോർട്ട് പീരീഡിൽ അടുത്തൊരു 2 മാസത്തിനുള്ളിൽ മാക്സിമം ഏത് ലെവൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ ഒന്നാമത്തെ ചോദ്യം, ഈ മാസം സെപ്റ്റംബറിൽ എന്താണ് എൻ്റെ എക്സ്പെക്ടേഷൻ? ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുമോ താഴോട്ട് പോകുമോ എന്നുള്ളതാണ്. സോ ഈ ഒരു മാസം സെപ്റ്റംബറിൽ ഞാൻ പൊതുവെ എക്സ്പെക്ട് ചെയ്യുന്നത് ബുള്ളിഷ് ആണ്, ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ മാസത്തെ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 മാസം അടുപ്പിച്ച് ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്നുകിൽ ഓഗസ്റ്റ് നെഗറ്റീവായിട്ട് സെപ്റ്റംബർ പോസിറ്റീവ് ആവും, അല്ലെങ്കിൽ ഓഗസ്റ്റ് പോസിറ്റീവായിട്ട് സെപ്റ്റംബർ നെഗറ്റീവ് ആവും എന്നുള്ളത്. സോ എന്തായാലും ഓഗസ്റ്റ് നെഗറ്റീവായ സ്ഥിതിക്ക് ഇനി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സെപ്റ്റംബറിൽ പോസിറ്റീവ് ആവും എന്ന് തന്നെയാണ്. ഇവിടെ ഞാൻ പ്രൈസ് പോയിന്റോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ മാർക്കറ്റ് ഈ ഒരു മാസം വളരെ വോളറ്റൈൽ ആയിട്ടുള്ളൊരു മാസം ആവാനും കൂടി സാധ്യതയുണ്ട്. കാരണം FOMC മീറ്റിംഗ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ന്യൂസ് കാര്യങ്ങളിലൊക്കെ അനുസരിച്ച് ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ വോളറ്റൈൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പ്രൈസ് പോയിന്റോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ മന്ത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിനെ ബേസ് ചെയ്തിട്ട് ആരും ഒരു ലെവറേജ്ഡ് ട്രേഡോ കാര്യങ്ങളോ ഒന്നും എടുക്കാതിരിക്കുക. അത് കാരണം കൊണ്ടാണ് ഞാനൊരു പ്രൈസ് പോയിന്റോ കാര്യങ്ങളോ ഒന്നും പറയാത്തത്. ഞാനീ പറയുന്നത് എൻ്റെ എക്സ്പെക്ടേഷന്, എൻ്റെ ഒപ്പീനിയനാണ്, അതിനുള്ള റീസണും കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ 2 മാസം അടുപ്പിച്ച് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്യില്ല എന്ന് പറയാനുള്ള റീസൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി ഓഗസ്റ്റും സെപ്റ്റംബറും ഒരു നെഗറ്റീവ് സീസണാലിറ്റി ആണ് എന്നുണ്ടെങ്കിലും 2 മാസവും ഒരുമിച്ച് നെഗറ്റീവ് ആവുന്നത് ബെയർ മാർക്കറ്റിൽ മാത്രമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതിപ്പോൾ 2024 കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റിൽ നെഗറ്റീവായി, പക്ഷേ സെപ്റ്റംബറിൽ പോസിറ്റീവായി, അല്ല 2023 ഓഗസ്റ്റിൽ നെഗറ്റീവായി, സെപ്റ്റംബറിൽ പോസിറ്റീവായി. 2022 2 മാസം അടുപ്പിച്ച് നെഗറ്റീവായി, പക്ഷേ 2022 ബെയർ മാർക്കറ്റാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. 2025 ബുൾ മാർക്കറ്റാണ്, പോസ്റ്റ് ഹാൽവിംഗ് വർഷമാണ്. ഓക്കെ, 2021 ആണെന്നുണ്ടെങ്കിൽ ബുൾ മാർക്കറ്റാണ്, പോസ്റ്റ് ഹാൽവിംഗ് വർഷമാണ്. ഓഗസ്റ്റിൽ പോസിറ്റീവായി, പക്ഷേ സെപ്റ്റംബറിൽ നെഗറ്റീവായി, ഒരു മാസമാണ് നെഗറ്റീവായിട്ടുള്ളൂ. 2020 ഹാൽവിംഗ് നടന്നിട്ടുള്ള വർഷമാണ്. ഓഗസ്റ്റിൽ പോസിറ്റീവായി, സെപ്റ്റംബറിൽ നെഗറ്റീവായി. അതുപോലെ തന്നെ 2019 ആണെന്നുണ്ടെങ്കിൽ ബെയർ മാർക്കറ്റാണ്. അത് കാരണം കൊണ്ട് തന്നെ 2 മാസവും നെഗറ്റീവായി. 2018 ബെയർ മാർക്കറ്റാണ്, 2 മാസവും നെഗറ്റീവായി. 2017 പോസ്റ്റ് ഹാൽവിംഗ് വർഷമാണ്, ഒരു മാസം ഓഗസ്റ്റിൽ പോസിറ്റീവായി, പക്ഷേ സെപ്റ്റംബറിൽ നെഗറ്റീവായി. 2016 ഹാൽവിംഗ് നടന്നിട്ടുള്ള വർഷമാണ്, അതായത് ഓഗസ്റ്റിൽ നെഗറ്റീവായി,
സെപ്റ്റംബറിൽ പോസിറ്റീവായി. 2015 അതേപോലെ ഓഗസ്റ്റിൽ മാത്രം നെഗറ്റീവ്, സെപ്റ്റംബറിൽ പോസിറ്റീവാണ്. 2014 ബെയർ മാർക്കറ്റാണ്. 2013 പോസ്റ്റ് ഹാൽവിംഗ് വർഷമാണ്. അത് കാരണം കൊണ്ട് തന്നെ ഒരു മാസം പോസിറ്റീവായി, ഒരു മാസം നെഗറ്റീവായി. 2014 2 മാസവും നെഗറ്റീവായി, കാരണം ബെയർ മാർക്കറ്റ്. അപ്പോൾ ബെയർ മാർക്കറ്റ് അല്ലാത്ത സമയത്തെല്ലാം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഓഗസ്റ്റ് ഏതെങ്കിലും ഒരു മാസമാണ് നെഗറ്റീവ് ആവുന്നുള്ളൂ. രണ്ടാമത്തെ മാസം ഓഗസ്റ്റിൽ അല്ലെങ്കിൽ സെപ്റ്റംബറിൽ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഓൾറെഡി ഈ ഒരു ഷോർട്ട് ടേം കറക്ഷനിൽ അതിൻ്റെ ഒരു ലോവസ്റ്റ് പോയിന്റ്, ഈ ഒരു ബോട്ടം ലെവൽ ടച്ച് ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ ഒപ്പീനിയൻ. അത് ഒരു $1,07,270 ഇതാണ് ഒരു ബോട്ടം ലെവൽ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു 1,08,000 എന്നുള്ളൊരു റേഞ്ച് എന്ന് പറയുന്നത് 6 മാസത്തെ, അതായത് ഷോർട്ട് ടേം ഹോൾഡേഴ്സിൻ്റെ ഒരു കോസ്റ്റ് ബേസിസ് പ്രൈസാണ്. അപ്പോൾ ഇപ്പോഴും അതായത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു $1,24,000 നിന്ന് ഈ ഒരു ലെവൽ വരെ വന്നിട്ടും അതായത് മേജർ ആയിട്ടുള്ളൊരു ഡാമേജ് ഒന്നും ബിറ്റ്കോയിൻ ഷോർട്ട് ടേം ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ പോലും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോഴും ഇത്രയും പ്രൈസ് താഴോട്ട് വന്നിട്ടും ബിറ്റ്കോയിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പിൻ്റെ 1% മാർക്കറ്റ് ക്യാപ്പ് മാത്രമാണ് ആക്ച്വലി ഒരു അൺറിയലൈസ്ഡ് ലോസ് കാറ്റഗറിയിലൊക്കെ ഉള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അതായത് വളരെ വലിയ രീതിയിൽ ക്രാഷ് ആയിട്ട് ഒരുപാട് ആളുകൾ ലോസായിട്ട് പാനിക്കായിട്ട് ബിറ്റ്കോയിൻ വീണ്ടും സെല്ല് ചെയ്ത് മാർക്കറ്റ് ഒരു ബെയർ മാർക്കറ്റ് ടെറിട്ടറിയിലോട്ടൊക്കെ പോകാനുള്ളൊരു സമയമൊന്നും ഇനിയും ആയിട്ടില്ല. ഇപ്പോഴും ഈ ഒരു ബുൾ മാർക്കറ്റ് ട്രെൻഡിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. മെജോറിറ്റി ആളുകളും ഹോൾഡ് ചെയ്യുന്ന ആളുകളെല്ലാം പ്രോഫിറ്റിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി ഈ ഒരു ലോസ്റ്റ് പോയിന്റ് ടച്ച് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചോദ്യം, ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു ഷോർട്ട് പീരീഡിൻ്റെ ഉള്ളിൽ, അതായത് നമ്മൾ പറഞ്ഞ പോലെ ഇനി നമുക്ക് മുന്നിലുള്ളത് ആകെ ഒരു 50 ദിവസം മാത്രമാണ് ഒരു സൈക്കിൾ ടോപ്പ് പ്രൈസിലോട്ട് എത്താനുള്ളത്. അപ്പോൾ ഇത്രയും ഒരു ഷോർട്ട് പീരീഡിൻ്റെ ഉള്ളിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നമ്മൾ എപ്പോഴും പറയുന്ന ഈ ഒരു ടാർഗറ്റ് ആയിട്ടുള്ള, ഇതൊരു ബെയറിഷ് കേസ്, ബേസ് കേസ് ടാർഗറ്റ് ആയിട്ടുള്ള $1,50,000 എന്നുള്ള ഒരു ടാർഗറ്റിലോട്ട് എത്താനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾട്ട് കോയിൻസും ബ്ലൂ ചിപ്പ് ആൾട്ട് കോയിൻസും മൈക്രോ സ്ട്രാറ്റജിയുടെ പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന ആ ഒരു ടാർഗറ്റിലോട്ടൊക്കെ എത്താനുള്ള സാധ്യത ഇനി നമുക്ക് മുന്നിലുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടാർഗറ്റ് കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാൽക്കുലേഷൻ ഞാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇനി നമുക്ക് മുന്നിലുള്ളത് വെറും 50 ദിവസമാണ് അല്ലേ. അതായത് സെപ്റ്റംബർ 1 തീയതി ഇന്ന് മുതൽക്ക് ഒക്ടോബർ 20 വരെയുള്ള ഈ ഒരു 50 ദിവസം ടൈം ഫ്രെയിം, ഇതേ ഒരു ടൈം ഫ്രെയിം കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ എങ്ങനെയാണ് ഇതേ ഒരു ടൈം ഫ്രെയിമിൽ ബിറ്റ്കോയിനും മറ്റുള്ള ആൾട്ട് കോയിൻസും മൈക്രോ സ്ട്രാറ്റജിയും ഒക്കെ എങ്ങനെയാണ് പെർഫോം ചെയ്തത്, ആ ഒരു ഡാറ്റ പരിശോധിച്ചതിന് ശേഷം അതേപോലെ ഈ ഒരു ബുൾ മാർക്കറ്റിലും അടുത്ത ഒരു 50 ദിവസം ഈ ബിറ്റ്കോയിനും മറ്റുള്ള ആൾട്ട് കോയിൻസും കാര്യങ്ങളും മൈക്രോ സ്ട്രാറ്റജിയും ഒക്കെ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് പ്രൈസ് പോയിന്റ് വരെ പോകാനുള്ള സാധ്യതയുണ്ട്, അത് എത്രമാത്രമാണ്, അത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടാർഗറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മാച്ചിങ് ആണോ, എത്താനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ഞാനിവിടെ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ ഇതേ ദിവസം, അതായത് ഇന്നിപ്പോൾ സെപ്റ്റംബർ 1 തീയതിയാണ്, കഴിഞ്ഞ ബുൾ മാർക്കറ്റ് 2021 സെപ്റ്റംബർ 1 തീയതി ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികളുടെ പ്രൈസും അതേപോലെ തന്നെ MSTRൻ്റെ പ്രൈസും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1 സെപ്റ്റംബർ 2021 കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു ബുൾ മാർക്കറ്റിൽ ഏറ്റവും പീക്ക് പ്രൈസ്, സൈക്കിൾ ടോപ്പ് പ്രൈസ് എത്രയാണ് എന്നും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു ഷോർട്ട് പീരീഡിൽ എത്രമാത്രം ബിറ്റ്കോയിൻ്റെയും മറ്റുള്ള ക്രിപ്റ്റോ കറൻസികളുടെയും MSTRൻ്റെയും പ്രൈസ് കൂടി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കാം. സോ 2021 സെപ്റ്റംബർ 1 തീയതി ബിറ്റ്കോയിൻ $46,512 നിന്നും നവംബർ 10 തീയതി ആകുമ്പോഴേക്കും $69,000 വരെ പോയി അല്ലേ. നമ്മളിവിടെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ മുതൽക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ വലിയ രീതിയിൽ കൂടുകയും നവംബർ 10 തീയതി ആകുമ്പോഴേക്കും $69,000 വരെ എത്തി. അതിനോടൊപ്പം തന്നെ അതായത് 48.3% മുകളിലോട്ട് പോയത്. അതിനോടൊപ്പം തന്നെ മറ്റുള്ള ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ഏകദേശം അതേ ഒരു ലെവലിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേറിയത്തിൻ്റെ പ്രൈസ് $3,382 നിന്നും $4,868 വരെ പോയി. സെയിം ടൈമിൽ തന്നെയാണ്, അതായത് ബിറ്റ്കോയിനും ഇതേറിയം സെയിം ടൈമിൽ തന്നെയാണ് സൈക്കിൾ ടോപ്പ് പ്രൈസിലോട്ട് എത്തിയിരിക്കുന്നത്. കാർഡാനോ ആണെന്നുണ്ടെങ്കിൽ 14%, BNB 47%, XRP 22%, ഡോജ് കോയിൻ 25%. ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ കൂടിയിരിക്കുന്നത് സൊലാനയാണ്. 145% ആണ് മുകളിലോട്ട് പോയിട്ടുള്ളത്. അതേപോലെ തന്നെ പോൾക്ക ഡോട്ട്, യൂണിസ്വാപ്പ്, ലൂണ, അതേപോലെ തന്നെ ഏറ്റവും താഴെ മൈക്രോ സ്ട്രാറ്റജി 29% കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതേ ഒരു ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ഇനി ഇവിടെ ഇന്ന് 1 തീയതിയാണ് സെപ്റ്റംബർ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അടുത്തൊരു 50 ഡേയ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 2-2.5 മാസത്തിൻ്റെ ഉള്ളിൽ
ഇതേപോലെ ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികൾ പെർഫോം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇപ്പം നിലവിലുള്ള ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികളുടെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മാക്സിമം ഏത് പ്രൈസ് പോയിന്റ് വരെ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ സെപ്റ്റംബർ 1 തീയതി 2021 ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികളല്ല ഇപ്പോൾ നിലവിൽ ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികൾ അല്ലേ. ഇതിപ്പോൾ സെപ്റ്റംബർ 2021 ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികളാണ്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഹിസ്റ്റോറിക്കൽ സ്നാപ്ഷോട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ അതായത് ഇതേ ഒരു ടൈം ഫ്രെയിമിൽ 2021 എന്താ പറയുക ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ടോപ്പ് 10 ലൂണ ഉണ്ട്, യൂണിസ്വാപ്പ് ഉണ്ട്. പക്ഷേ ഇന്നത്തെ ടോപ്പ് 10 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൂണയും യൂണിസ്വാപ്പും പോൾക്കഡോട്ടൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ അന്നത്തെ ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസിയിലുള്ള 7 ടോക്കണുകൾ ഇന്നും ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികളിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 7 കോയിനുകളുടെ പ്രൈസ് എത്രമാത്രം കൂടും എന്ന് നമുക്ക് നോക്കാം. കാരണം അതിനുള്ളൊരു പ്രൈസ് റെഫറൻസ് ആണ് നമുക്ക് മുന്നിലുള്ളത്. ഇപ്പോൾ ലിങ്കിൻ്റെ അതേപോലെ തന്നെ ഹൈപ്പ്, TRX ഇതിൻ്റെ ഒന്നും കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ ടോപ്പ് 10 ഇല്ലാത്തത് കാരണം കൊണ്ട് തന്നെ നമുക്കൊരു റെഫറൻസ് എടുക്കാനില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികൾ ഈ കാണുന്നതാണ്. അതേപോലെ തന്നെ MSTR. അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസികളുടെയും MSTRൻ്റെയും ഇന്ന് നിലവിലുള്ള പ്രൈസ് എന്ന് പറയുന്നതാണ് ഇത്. അതായത് ബിറ്റ്കോയിൻ ഇപ്പോൾ $1,09,700, ഇത്തേറിയം $4,470, XRP $2.82. ഇനി ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിന്നും അടുത്ത ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ ഒരു സൈക്കിൾ ടോപ്പ് പ്രൈസിലോട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇതേപോലെ പെർഫോം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഈ പറയുന്ന ബിറ്റ്കോയിൻ്റെയും മറ്റുള്ള ആൾട്ട് കോയിൻസിൻ്റെയും പ്രൈസ്. ബിറ്റ്കോയിൻ $1,09,700 നിന്നും $1,62,749 പോകും. അതായത് സെയിം 48%. അതുപോലെ തന്നെ ഇത്തേറിയം ആണെന്നുണ്ടെങ്കിൽ $6,434 വരെ പോകും. XRP ആണെന്നുണ്ടെങ്കിൽ $3.46, BNB $1,264, സൊലാന $499 വരെ പോകും. അതേപോലെ തന്നെ ഏറ്റവും താഴെ നമ്മളോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ MSTR $431 വരെ പോകും. അപ്പോൾ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ ഇതേ ഒരു ടൈം ഫ്രെയിമിൽ സെപ്റ്റംബർ 1 തീയതി മുതൽക്ക് എങ്ങനെയാണോ മറ്റുള്ള ആൾട്ട് കോയിൻസും ബിറ്റ്കോയിനും MSTR ഒക്കെ പെർഫോം ചെയ്തത്, അതേപോലെ ഇന്ന് സെപ്റ്റംബർ 1 തീയതി കഴിഞ്ഞതിന് ശേഷം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അടുത്തൊരു 2 മാസം പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികളുടെയും MSTRൻ്റെയും പ്രൈസ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാവർക്കും ഒരു ക്ലാരിറ്റി വന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, ബിറ്റ്കോയിൻ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് $1,09,700 നിന്നും $1,62,000 പോകുമ്പോൾ, അതായത് 48% കൂടുമ്പോൾ ബാക്കിയുള്ള ആൾട്ട് കോയിൻസും MSTR ഒക്കെ ആക്ച്വലി ഇത്രയാണോ കൂടുകയുള്ളൂ എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലേ. അതായത് നമ്മളിതിൽ പല ടോക്കണുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ബിറ്റ്കോയിനെ അണ്ടർ പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇതേ ഒരു ടൈം ഫ്രെയിമിൽ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ ബിറ്റ്കോയിൻ ഇത്രയൊക്കെ കൂടിയിട്ടും മറ്റുള്ള ആൾട്ട് കോയിൻസ് കാര്യമായിട്ട് കൂടിയിട്ടില്ല. അപ്പോൾ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ ഇതേ ഒരു ടൈം ഫ്രെയിമിൽ ഒരു ആൾട്ട് സീസൺ അല്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ടേബിളിലുള്ള ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു മിനിമം ടാർഗറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ ഇതേ ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതൊരു ആൾട്ട് സീസൺ അല്ല, പകരം ഓൾറെഡി ഓൾട്ട് സീസൺ ഈ ഒരു ടൈം ഫ്രെയിമൊക്കെ ആകുമ്പോഴേക്കും ഓൾറെഡി ഒരു ഓൾട്ട് സീസണൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് റിയാലിറ്റി. സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ ചാർട്ട്, കഴിഞ്ഞ സൈക്കിളിലെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നവംബറിൽ ഒരു ഓൾ ടൈം സൈക്കിൾ ടോപ്പ് $69,000 എത്തുന്നുണ്ട്. അതിൻ്റെ മുന്നേ തന്നെ 2021 ഏപ്രിലോട് കൂടിയിട്ട് ഏപ്രിൽ 14 കൂടിയിട്ട് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം $64,400 വരെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമിലാണ് ആക്ച്വലി ഒരു ഓൾട്ട് സീസൺ എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ആൾട്ട് കോയിൻസ് എല്ലാം മുകളിലോട്ട് പോയിട്ടുള്ളത്. സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ഡോമിനൻസ് ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ നവംബർ ആ ഒരു പീരീഡിലൊക്കെ ബിറ്റ്കോയിൻ ഡോമിനൻസ് ചാർട്ട് ഓൾറെഡി ഒരു 40-45% റേഞ്ചിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഓൾറെഡി ഓൾട്ട് സീസൺ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കുള്ള ഒരു ഓൾട്ട് സീസൺ എന്ന് പറയുന്നത് ജനുവരി 2021 മുതൽക്ക് ആക്ച്വലി ഒരു മെയ് 10 തീയതി വരെയാണ് ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് വളരെ വലിയ രീതിയിൽ താഴോട്ട് വന്നിട്ടുള്ളത്. ഒരു 39% വരെയൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ ഒരു സൈക്കിളിൽ ഇന്നത്തെ ബിറ്റ്കോയിൻ ഡൊമിനൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 58%ലാണ് നിൽക്കുന്നത്. അതായത് കഴിഞ്ഞ ഇതേ ഒരു ടൈം ഫ്രെയിമിൽ ബിറ്റ്കോയിൻ ഡോമിനൻസ് എത്രയായിരുന്നു അതിനേക്കാളും ഒരുപാട് മുകളിലാണ് ഇപ്പോൾ എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ ഇനിയും ഒരുപാട് ബിറ്റ്കോയിൻ ഡോമിനൻസ് താഴോട്ട് പോകാനുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമിൽ ഒരു നവംബർ ഒക്കെ ആകുമ്പോഴേക്കും ബിറ്റ്കോയിൻ്റെ ഡോമിനൻസ് ഒരു 50% അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പീരീഡിലായിരിക്കും ഒരു ഓൾട്ട് സീസൺ എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ആക്ച്വലി എടുക്കേണ്ടത് ഈ ഒരു ടൈം ഫ്രെയിം അല്ല, പകരം ഈ ഒരു ടൈം ഫ്രെയിമിൽ ആൾട്ട് കോയിൻസ് എങ്ങനെയാണോ പെർഫോം ചെയ്തിട്ടുള്ളത് അതേപോലെ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികൾ എങ്ങനെ പെർഫോം ചെയ്യും എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. സോ ഞാനിവിടെ മൂന്നാമത്തെ ഷീറ്റിൽ 2021 ഫെബ്രുവരി 23 ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികളും MSTRൻ്റെയും പ്രൈസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതായത് ഫെബ്രുവരി 23 എന്ന് പറയുന്നത് ഞാനിവിടെ നവംബർ 10 സൈക്കിൾ ടോപ്പ് ഡേറ്റ് കൺസിഡർ ചെയ്യുന്നതിന് പകരം ഏപ്രിൽ 14 എന്നുള്ള ഈ ഒരു ഡേറ്റാണ് സൈക്കിൾ ടോപ്പായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ 50 ഡേയ്സ് മുന്നേ ഉള്ള ഡേറ്റാണ് ഫെബ്രുവരി 23 എന്നുള്ള ഈ ഒരു ഡേറ്റ്. ആ ഒരു 50 ഡേയ്സ്, അതായത് ഫെബ്രുവരി 23 എന്നുള്ള ഈ ഒരു ഡേറ്റിൽ നിന്നും സൈക്കിൾ ടോപ്പ് പ്രൈസിലോട്ട് ഈ ഒരു ഏപ്രിൽ 14 എന്നുള്ള ഈ ഒരു ടൈം ഫ്രെയിമിൽ ആൾട്ട് കോയിൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. സോ ഫെബ്രുവരി 23 ബിറ്റ്കോയിൻ്റെ പ്രൈസ് $44,892 അതിനുശേഷം ഏപ്രിൽ 14 സൈക്കിൾ ടോപ്പായിട്ടുള്ള $64,854 എത്തുമ്പോൾ ബിറ്റ്കോയിൻ്റെ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത് 44.5% ആണ്. പക്ഷേ ഈ ഒരു ടൈം ഫ്രെയിമിൽ ഈ ഒരു 50 ഡേയ്സിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 44% കൂടുമ്പോഴേക്കും ബാക്കിയുള്ള ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തേരത്തിൻ്റെ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ $1,355 നിന്ന് $4,372 കൂടിയത്. അതായത് 222% ആണ് കൂടിയത്. BNB ആണെന്നുണ്ടെങ്കിൽ 272% കൂടി, പോൾക്കഡോട്ട് 87% കൂടി, കാർഡാനോ 204% കൂടി, XRP 317% കൂടി, ലൈറ്റ് കോയിൻ 162%, ബിറ്റ്കോയിൻ ക്യാഷ് 304%, XLM 154%, MSTR $25 നിന്നും $131 പോയത്. അതായത് മറ്റുള്ള എല്ലാത്തിനേക്കാളും ഏറ്റവും കൂടുതൽ കൂടിയിരിക്കുന്നത് മൈക്രോ സ്ട്രാറ്റജിയാണ്. 421% ആണ് മുകളിലോട്ട് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇതേ ഒരു ടൈം ഫ്രെയിമിൽ മറ്റുള്ള ആൾട്ട് കോയിൻസും MSTRും എങ്ങനെയാണോ പെർഫോം ചെയ്തിട്ടുള്ളത് അതേപോലെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അടുത്തൊരു 50 ഡേയ്സ് മുകളിലോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ എത്രമാത്രം നമുക്ക് ഒരു ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സോ തീർച്ചയായിട്ടും നമ്മൾ മുന്നേ ഉള്ളൊരു ടേബിൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഫെബ്രുവരി 2021 ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികളെ അല്ല ഇപ്പോൾ ഉള്ള ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികൾ അല്ലേ. അതായത് മുന്നത്തേൽ 7 ടോക്കൺ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് വെറും 5 ടോക്കൺ മാത്രമാണ് ടോപ്പ് 10 ബാക്കിയുള്ള ടോക്കണൊക്കെ പുതിയ പുതിയ ടോക്കണുകളാണ്, ഇൻക്ലൂഡിങ് സൊലാനോ. അതായത് ബിറ്റ്കോയിൻ, ഇത്തീറിയം, XRP, BNB, കാർഡാനോ ഈ 5 ടോക്കൺ മാത്രമേ ഉള്ളൂ ഫെബ്രുവരിയിലുള്ള ടോപ്പ് 10 ടോക്കണുകൾ. അപ്പോൾ നമ്മളോട് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഹിസ്റ്റോറിക്കൽ സ്നാപ്ഷോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികൾ നമുക്ക് നോക്കി കാണാൻ സാധിക്കും. അപ്പോൾ XLM ഒക്കെയാണ് 10ാം സ്ഥാനത്ത് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ലിസ്റ്റിലുള്ള ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികളിലുള്ള ലിസ്റ്റിലുള്ള ടോക്കണുകളുടെ മാത്രമാണ് നമ്മൾ പ്രൈസ് നോക്കുന്നുള്ളൂ. സോ ബിറ്റ്കോയിൻ ഇപ്പോൾ നിലവിൽ $1,09,700 ആണ്. സോ മാക്സിമം, അതായത് കഴിഞ്ഞ ഈ ഒരു ഫെബ്രുവരി മുതൽക്ക് ഏപ്രിൽ വരെയുള്ള അതേപോലെ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 44.5% ബിറ്റ്കോയിൻ 1,09,000 നിന്നും $1,58,000 എത്തുന്നതായിരിക്കും. ഇത്തേറിയം ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ $4,470 നിന്നും $14,420 എത്തുന്നതായിരിക്കും, 222%. XRP $11.76 BNB $3,200 കാർഡാനോ $2.56 MSTR $1,745 പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മാക്സിമം ടാർഗറ്റ് എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ അതേപോലെ തന്നെ ഉള്ള ഒരു ലെവൽ ഓഫ് ഫോമോ, അതേപോലത്തെ ഉള്ള ഒരു റീറ്റെയിൽ പാർട്ടിസിപ്പേഷനും റീറ്റെയിൽ ഇൻട്രസ്റ്റും ഒരു ഫോമോ ഒക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. സോ നിങ്ങൾക്ക് ഒരു മിനിമം ടാർഗറ്റും ഒരു മാക്സിമം ടാർഗറ്റും കിട്ടി എന്ന് വിചാരിക്കുന്നു. അതായത് കഴിഞ്ഞ ബുൾ മാർക്കറ്റ് പോലെ തന്നെ ഈ ഒരു ബുൾ മാർക്കറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, സോ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ ഒരു പ്രൈസ് പ്രൊഡിക്ഷനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോനെ ബേസ് ചെയ്തിട്ടോ ഒരിക്കലും ഒരു ലെവറേജ്ഡ് ട്രേഡോ കാര്യങ്ങളോ ഒന്നും എടുക്കാതിരിക്കുക. പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ബുൾ മാർക്കറ്റ് പോലെ തന്നെ ഈ ഒരു ബുൾ മാർക്കറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നുള്ളതാണ് അല്ലേ. പക്ഷേ സോഫാർ ഇതുവരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ ഡിലേഡ് ആയിട്ടാണ് നടക്കുന്നത്. അതുമാത്രമല്ല, ബിറ്റ്കോയിൻ അല്ലാത്ത ബാക്കിയുള്ള 99.9% ക്രിപ്റ്റോ കറൻസികളിലും വളരെ കുറച്ച് റീറ്റെയിൽ പാർട്ടിസിപ്പേഷനാണ്, ഇൻട്രസ്റ്റ് ആണ് ഉള്ളൂ ഈ ഒരു ബുൾ മാർക്കറ്റിൽ. അപ്പോൾ ഈ കാണുന്ന എല്ലാ ടോക്കണുകളും ഇതേ ഒരു ടാർഗറ്റിലോട്ടൊക്കെ എത്തുക എന്ന് പറയുന്നത് മേ ബി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ചിലപ്പോൾ മേ ബി 1-2 ടോക്കണുകളൊക്കെ ചിലപ്പോൾ എത്താനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ടാവണം. പക്ഷേ
ഈ ഒരു മാക്സിമം ടാർഗറ്റിലോട്ട് എത്തുക എന്ന് പറയുന്നത് സ്റ്റിൽ എന്താ പറയുക, ഒരു ഹൈലി ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടാർഗറ്റാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ മിനിമം ആയിട്ടുള്ള ടാർഗറ്റ് എല്ലാം ഈ കാണുന്ന എല്ലാ ടാർഗറ്റും ഈസി ആയിട്ട് അച്ചീവ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി എക്സ്പെക്ട് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു ടാർഗറ്റൊക്കെ എത്തുമ്പോഴേക്കും ബിറ്റ്കോയിനൊക്കെ നമ്മൾ മുന്നേ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, $1,50,000 എപ്പോൾ ടച്ച് ചെയ്യുന്നോ അപ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാ സംഗതികളും ആൾട്ട് കോയിൻസും കാര്യങ്ങളൊക്കെ എക്സിറ്റ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളത്. സോ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ബൈയിങ്ങിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സിറ്റ് ആവുക, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാക്റ്റ് ഈ ഒരു ടാർഗറ്റിനൊക്കെ വെയിറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു ആവറേജ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ പലപ്പോഴും കൂടുതലും ഇൻവെസ്റ്റേഴ്സും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരുപാട് ഓവർ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും, ഓവർ ബുള്ളിഷ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു 60-70% ഒക്കെ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ തന്നെ നമ്മൾ സെല്ല് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ മിനിമം ടാർഗറ്റ് എന്തായാലും അച്ചീവ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു മിനിമം ടാർഗറ്റിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ. സോ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി, ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.